അടുത്ത സ്ഥാനാർത്ഥി റെഡിയാണ്. 163 മുതൽ 166 വരെയുള്ള ബൂത്തുകളിലെ നീണ്ട നിര കണ്ട് നിൽക്കുകയാണ് സ്ഥാനാർത്ഥി അലമീൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തി വോട്ടർമാരുടെ പരാതി കേൾക്കുകയാണോ? കുറച്ചു നേരമായി കാത്തിരിക്കുകയാണ് അവിടെയുള്ള ആളുകൾ. നമ്മൾ കുറച്ചു നേരമായി അതേക്കുറിച്ച് സംസാരിക്കുകയുമായിരുന്നു. സുജയ്, ഇപ്പൊ നമ്മൾ യാക്കരയിലാണ് നിൽക്കുന്നത്. യാക്കര ബൂത്ത് എത്രയാണ്? സമാനമായ രീതിയിലാണ് ഇപ്പോൾ യാക്കരയിലെയും ക്യൂ. യാക്കരയിൽ 5 ബൂത്തുകളുണ്ട് സുജയ്. ഇവിടെ 97 മുതൽ 101 വരെയുള്ള 5 ബൂത്തുകളാണ്. വലിയ നിര നമുക്കിവിടെ പ്രകടമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പം മുമ്പ് ഇവിടെ വന്ന് ആളുകളൊക്കെ കണ്ടതിന് ശേഷം അദ്ദേഹം അടുത്ത ബൂത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ ബൂത്തുകളിൽ 100ാമത്തെ ബൂത്തിലാണ് ഏറ്റവും വലിയ നിര ഉള്ളത്. സ്ത്രീകളുടെ വലിയൊരു നിരയുണ്ട്, പുരുഷന്മാരുടെയും നിര അതുപോലെ നമുക്ക് കാണാം. കുട്ടികളെയും വെച്ച് മണിക്കൂറുകളായി ഇവിടെ നിൽക്കുന്നു എന്നുള്ളത് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ അവർ പരാതി പറയുകയും ചെയ്തു. ചേട്ടാ, കുറേ നേരമായിട്ട് നിൽക്കണോ? നിൽക്കണം. നല്ല രാവിലെ മുതൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ ഭാര്യ മാത്രമേ ഉള്ളൂ. നാനും കൂട്ടിട്ട് പിന്നെ കാത്തു നിൽക്കണം. ചോദിച്ചു നോക്കാം. ഒരുപാട് നേരമായിട്ട് നിൽക്കണോ? അതെ, കുറച്ച് നേരമായി. പണിയായി ഞാൻ വരുമ്പോൾ അത് അത്ര നേരമായി. ഇടുപ്പ് വേദനിക്കണം, കാല് 2 മണിക്കൂർ ഇതുവരെ വോട്ട് ചെയ്യാൻ പറ്റും. കാല് കടച്ചില്. ഞങ്ങൾക്ക് കാല് വേദനിച്ചിട്ട് വയ്യ. ഒന്ന് ഇരിക്കാന്നുണ്ട്, പക്ഷെ ഇരിക്കാൻ പറ്റില്ലല്ലോ. എത്ര നീണ്ടുപോകാൻ തടസ്സമായിട്ട് വല്ലതും പറഞ്ഞു ഉദ്യോഗസ്ഥർ? അതൊന്നും പറഞ്ഞൊന്നുമില്ല. ഓക്കെ അലമീൻ, നമ്മുടെ സ്ഥാനാർത്ഥി എവിടെ? സുജയ, സ്ഥാനാർത്ഥി ഇവരോടൊക്കെ സംസാരിച്ചിട്ട് അടുത്ത ബൂത്തിലേക്ക് ഓടിയിരിക്കുകയാണ്. ശരി, പിന്നാലെ ഓടിക്കോളൂ അലമീൻ. അടുത്ത ബൂത്തിൽ നമുക്ക് പിടിക്കണം. അപ്പോഴേക്കും നമ്മുടെ സിനോജ് ഓടി തയ്യാറായി നിൽക്കുന്നുണ്ട്. അലമീൻ സ്ഥാനാർത്ഥിയെ പിടിക്കുമ്പോഴേക്കും സിനോജിനെ ഞാനൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് അന്വേഷിച്ചൊന്ന് വിടാം. നൂറണി തൊണ്ടികുളം UP സ്കൂളിലാണ് സിനോജ് തോമസ് നിൽക്കുന്നത്. സിനോജ്, ബൂത്തിന്റെ നമ്പർ പറഞ്ഞോളൂ, തുടങ്ങിക്കോളൂ. ബൂത്ത് നമ്പർ 37, 39, 40. ഈ 3 ബൂത്തുകളിലും സ്ത്രീ വോട്ടർമാരാണ് കുറേ സമയമായി നിരയിൽ നിൽക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഈ 37 നമ്പർ ബൂത്തിൽ ഈ തിരക്കുണ്ടെന്ന് പറയുന്നു. അവസാന മണിക്കൂറിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 6 മണിക്ക് ശേഷം വോട്ട് ചെയ്യാൻ നിരവധി ആളുകൾ എത്തുമെന്ന് കരുതുന്നു. കാരണം പതുക്കെയാണ് വോട്ടിങ് മുന്നോട്ട് വന്നത്. കുറേ സമയമായി ഇവിടെ വന്ന് നിൽക്കുന്നു. എത്ര സമയമായി? ഈ വൈകിട്ട് വന്നാൽ പെട്ടെന്ന് ചെയ്യാമെന്ന് കരുതി വന്നാണോ? വന്ന് കുടുങ്ങിയോ? അതിൽ വോട്ട് ചെയ്തിട്ടല്ലേ പോകത്തുള്ളൂ? ഒരു ദിവസമേ ഉള്ളൂ, അതുകൊണ്ട് ചെയ്തിട്ട് പോകും. ഇതാണ് അതിൻ്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു ദിവസമല്ലേ ഇങ്ങനെ നിലനിൽക്കുന്നുള്ളൂ. അവരുടെ അവകാശം വിനിയോഗിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എത്ര സമയം നിന്നാലും കുഴപ്പമില്ല, വോട്ട് ചെയ്തിട്ടേ പോയുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്.